ഓ, അമ്മയുടെ ഒരു ധൈര്യം. രാത്രി നടക്കുന്നു നോക്ക്. ഞാൻ റോഡ് നടക്കൂടെ നടക്കത്തുള്ളൂ. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യത്തെ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഈ വീഡിയോ ഇന്നലത്തെ വൈകിട്ടത്തെ വീഡിയോ ആണ്. പോസ്റ്റ് ചെയ്യാൻ എന്താ ഇപ്പോൾ വൈകിയെന്ന് വെച്ചാൽ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ വീട്ടിൽ വന്നത്. ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി മഴയുടെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ ഇടിയും മിന്നലും മഴയൊക്കെയാണ്. പിന്നെ എനിക്ക് ഈ വീഡിയോ ഇട്ടേ പറ്റൂ, കാര്യം ഇന്നലത്തെ വീഡിയോ ആണല്ലോ. അതേ കൂടെ ഡെയിലി വ്ലോഗ് ഒക്കെ ഇടണ്ടേ, അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത്. ബൈ ദ ബൈ, ഞാനിപ്പോൾ ഇരിക്കുന്നത് ഞാനും അമ്മയും ഇപ്പോൾ ഇരിക്കുന്നത് പത്മ കഫേയിലാണ്. ഈ പപ്പട പോളി അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പത്മ കഫേയിൽ വന്നത്. അപ്പോൾ അമ്മയ്ക്ക് അതും വാങ്ങിച്ചു കൊടുത്തു. ഞാൻ 2 ഉഴുന്നുവടയും വാങ്ങിച്ചു. പിന്നെ പപ്പട പോളി എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു. കാര്യം കുറേ നാൾ മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ ഇതിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ ഫേവറേറ്റ് ആണല്ലോ എന്ന് ഓർത്ത് അങ്ങനെ ഇന്നലെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇന്നലെ വാങ്ങിക്കൊടുത്തതാണ്. പിന്നെ ഞാൻ വടയും കഴിച്ചു. പിന്നെ അമ്മ എനിക്കും കൂടെ തന്നു കേട്ടോ. കാര്യം പപ്പട പോളി ഭയങ്കര വലിയതായിരുന്നു. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരും ഇല്ല. ഞാനും അമ്മയും മാത്രമേ ഉള്ള ഹോട്ടലിൽ ഉണ്ടായിരുന്ന 2 പേര് പോയിട്ടുണ്ടായിരുന്നു. അതെന്തേലും ആവട്ടെ, അപ്പോഴത്തേക്കും നമ്മുടെ കട്ടൻ ചായയും അമ്മയ്ക്ക് കാപ്പിയും കിട്ടി. ഞാൻ കട്ടൻ ചായ വേണ്ടെന്ന് വിചാരിച്ചതാണ്. പിന്നെ അമ്മ പറഞ്ഞത് മാത്രമാണ് ഞാൻ കട്ടൻ ചായ വാങ്ങിച്ചു കുടിച്ചത്. പിന്നതേ നമ്മുടെ കലോത്സവം ഞാൻ വൈകിട്ട് കാണാൻ വരുന്ന ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇന്നലത്തെ ഡെയിലി വ്ലോഗിൽ. അപ്പം അങ്ങനെ കാണാൻ വന്നതാണ്. ഞാനൊരു 7 ആ സമയത്ത് ഇവിടെ എത്തിയതാണ്. ഞാൻ അവിടെ എണീക്കുന്നത് രാത്രി 12:30 കഴിഞ്ഞിട്ടാണ്. ഒറ്റ ഇരിപ്പായിരുന്നു. എൻ്റെ പൊന്നേ, നടുവേന എടുത്തെന്ന് വെച്ചാൽ നല്ല ഇതെടുത്തു ഭയങ്കരമായിട്ട്. പക്ഷെ ബോറടിച്ചില്ല. കാര്യം എന്ന് വെച്ചാൽ ഫോക്ക് ഡാൻസ് ഉണ്ടായിരുന്നു, അതേപോലെ സംഘനൃത്തം ഒക്കെ ഉണ്ടായിരുന്നു. തീർന്നപ്പോൾ രാത്രി 12:30 കഴിഞ്ഞു. അപ്പോൾ അതേ ഞങ്ങൾ രാത്രി ചന്തമുക്കിലോട്ട് പോവുകയാണ്. സ്കൂളിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ നടന്ന്. അപ്പോൾ അവിടെ ഞങ്ങളെ വിളിക്കാൻ സ്കൂട്ടറിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇഷ്ടംപോലെ വണ്ടിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പേടിയൊന്നും തോന്നിയില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുത്തിട്ട് ഞാനും അമ്മയും മാത്രം എടുക്കുന്ന നടക്കുന്ന പോലെ. പക്ഷെ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട്, എന്നാലും പെട്ടെന്ന് എനിക്ക് ഒരു അനാഥമായ സ്ഥലം പോലെയൊക്കെ തോന്നി. പിന്നെ അതാ സ്കൂട്ടറിൽ ഞങ്ങൾ കയറി ഞങ്ങളിതോ വീട്ടിലോട്ട് എത്തി. ഇപ്പോഴത്തേക്കും 12:30 കഴിഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ രാത്രിക്ക് ഫുഡ് കഴിക്കുന്നത്. ഞങ്ങൾ ഡാൻസ് കാണാൻ വേണ്ടി മാത്രമാണ്. അത്രയ്ക്കും ആത്മാർത്ഥതയാണ് എനിക്ക് അമ്മയ്ക്ക് ഡാൻസ് കാണാനൊക്കെ. ഞങ്ങൾക്ക് ബോറടി എന്നൊരു പരിപാടിയേ ഇല്ല.